മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിൻ്റെ അയൽക്കാരും സുഹൃത്തുക്കളും അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുകയാണ്. സലീം പറ്റി പറയാനെന്താ, നല്ല ഒരു മനുഷ്യനായിരുന്നു. നമുക്കൊരു എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഒരു തക്കതായ ഒരു ഉത്തരവും ഒരു സമാധാനമൊക്കെ തന്നിരുന്നു. ഞാനെപ്പോഴും പുള്ളിയുടെ അടുത്ത് പോവും, കാണും, ഒരുപാട് സംസാരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു വ്യക്തിയായിരുന്നു, നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു കുടുംബമായിരുന്നു. മക്കള് ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? രണ്ടു മക്കളും ചന്തു ആരോമലും ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ ചന്തു ആരോമലും ഭാര്യ സുനിതയുണ്ട്, വേറെ ആരുമില്ല. നല്ല ആൾക്കാരാണ്. നമുക്കൊരു തൊട്ടയിലൊക്കെയാണ്, നല്ല സഹകരണമാണ്. 22 കൊല്ലത്തെ പരിചയമാണല്ലോ. നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു സഹായിയായിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു. പക്ഷെ പുള്ളി എല്ലാം അറിഞ്ഞ് ഒക്കെ ചെയ്യണ ഒരാളാണെന്ന് ഇവിടെ ആൾക്കാർ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴേ എത്ര പേരായിരുന്നു. ഞങ്ങൾ രണ്ടു വീട് മേടിച്ചതാണോ പണിഞ്ഞതാണ്. അങ്ങനെ ഇഷ്ടത്തിന് പണിഞ്ഞതാണ്. വലുത് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടത്തിന് അങ്ങനത്തെ ആഗ്രഹത്തിന് പണിഞ്ഞതാണ്. ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, തൊട്ടടുത്ത അമ്പലം ഉള്ള ദേവീക്ഷേത്രമാണ്. അപ്പൊ അതുകൊണ്ട് 2 നില വീട് പണിത് കഴിഞ്ഞാൽ ഭഗവതി കോപിക്കും എന്നുള്ള ഒരു കോമഡി. ഞങ്ങൾ 2 നിലല്ല, അതിന് മുമ്പ് വന്നാൽ ഞങ്ങള് അതായിരുന്നു അവര് വന്നത്. അങ്ങനെയില്ല, അങ്ങനെയൊന്നും അതൊക്കെ വെറുതെ ഒരു ഇത് പറയണേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയല്ല. അതില്ല, ദേവിക്ക് അങ്ങനെയില്ല. ഒക്കെ വിട്ടിട്ടല്ലേ നിൽക്കണം, അമ്പലത്തിൽ നിന്ന് ഇഷ്ടകാരൊന്നും. വൈഫ് സരിമാരേട്ടൻ്റെ വൈഫൊക്കെ ആയിട്ട് നല്ല ഞങ്ങൾ ഭയങ്കര കമ്പനിയാ. സിനിമ നടനാണെന്നുള്ള ജാട അങ്ങനെ ഇല്ല, അതൊട്ടുമില്ല, ഒട്ടുമില്ല. ജാടകളൊന്നും ഒട്ടുമില്ല, മേക്കപ്പും ഇല്ല, ഒന്നുമില്ല. 2 പേർക്കും ഇല്ല, ഭാര്യയ്ക്കും ഇല്ല, ഭർത്താവിന് 2 പേർക്ക് ചിന്തയ്ക്കും ഇല്ല. അങ്ങനെ ആദ്യമൊക്കെ ഒരുപാട് നല്ല അവസരങ്ങൾ കോമഡികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആള് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിലേക്ക്, അതായത് രോഗം കൊണ്ടായിരിക്കാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പുള്ളി ഇപ്പോഴും റിയാലിറ്റി ഷോയ്ക്കൊക്കെ പോകണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഒരുപാട് സിനിമകളിലൊന്നും വലിയ സിനിമയിലില്ല. പക്ഷെ അതെ ഒരു സ്ഥലത്ത് പോയി കുറെ നാൾ നിൽക്കണ്ടേ, അപ്പൊ അത് പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുമല്ല, സിനിമ ഇല്ലാത്തോണ്ടല്ല. അല്ല, ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് സിനിമകൾ വേണ്ടാന്ന് വെക്കുന്നത്. സലീം കുമാറിന്റെ തമാശകൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചിരിയുടെ തമ്പുരാൻ എന്നാണ് പറയുന്നത്. അപ്പോ ആൾക്കിങ്ങനെ സിനിമകളിൽ നിന്നും ആ ഒരു കോമഡി നമുക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. കോമഡി നഷ്ടമാണ്. പക്ഷെ പുള്ളിക്ക് അങ്ങനെ സിനിമ ഇല്ലാന്നുള്ള ഒരു ഫീൽ, അങ്ങനെ ഒരു വിഷമങ്ങളൊന്നുമില്ല. റിയാലിറ്റി ഷോകളും അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട്. പിന്നെ പുള്ളി പോവും, കൂടുതൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് തോന്നുന്നത്. അസുഖം കൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളി പോയപ്പോഴും അങ്ങനെ അസുഖം കൊണ്ട് പോയതല്ലല്ലോ, ചെക്കപ്പിന് പോയതല്ലേ. നിങ്ങളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു യോഗമായിരുന്നല്ലോ. പുള്ളി പോയാലും വരും. ഇതിനു മുമ്പൊക്കെ റിക്കവറി ആയിട്ട് വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു അനുഗ്രഹീത കലാകാരനെ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നല്ലൊരു അയൽക്കാരനെയാണ് നഷ്ടപ്പെട്ടത്. ഇത് സ്വാഭാവികമായിട്ടും നടക്കണ കാര്യങ്ങളാണ്. കുഴപ്പമില്ല, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഇത്രയൊക്കെ അനുഭവിച്ചു. വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഹാപ്പി തന്നെയാണല്ലേ? ഹാപ്പിയാണ്. വയസ്സായിട്ടുണ്ടാവും ശരി, 56 വയസ്സ്. അപ്പൊ അത്രയും ചെറുപ്പത്തില് ഭയങ്കര 56. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് തീരാ നഷ്ടമാണ്. ഒരുപാട് നഷ്ടമായി. ഒരു വെറൈറ്റി കോമഡി തന്നെയാണ് സലീം കുമാറിന്റെ കോമഡി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മോൻ സിനിമയില് അവൻ കയറിയിട്ടുണ്ട്. ആക്റ്റീവായ അത് പുള്ളിക്ക് സന്തോഷമാണ്. അങ്ങനെ ഒരു ഇതൊക്കെ ഇതായി. വേറെ എന്തിനും ഒരു ഓർമ്മ എന്ന് വെച്ചാൽ എന്താ, അയൽക്കാരാകുമ്പോ നിങ്ങള് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എപ്പോഴും ഞാൻ പോകും. പുള്ളിയായിട്ട് ഒരുപാട് സമയം വർത്താനം പറയും. ചേച്ചിയോട് ഇരിക്കുക, എവിടേക്ക് പോകും. അങ്ങനെ കോമഡിയൊക്കെ പറയും. തമാശ ഇഷ്ടമാതിരി പറയും. തമാശ ഒരുപാട് തമാശ പറയും. പുള്ളിയായിട്ട് ഭയങ്കര പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളോട് നല്ല സ്നേഹമായിരുന്നു.
പ്രതീക്ഷിക്കാൻ പറ്റും. ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി ആ നമുക്ക് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് പോയി അതുപോലെ തിരിച്ചു വരും എന്നാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷ. അത് അവർക്കടെയൊക്കെ പ്രതീക്ഷ അങ്ങനെയാണ്. സമയത്തേക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്താ വെച്ചാൽ പുള്ളി ഒരു ദിവസത്തിൽ വെന്റിലേറ്റർ പിക്കപ്പായിട്ട് പോരും. കാരണം നമുക്കൊക്കെ ഒരു പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞ് സലീംകുമാരേട്ടൻ പോയി. നമുക്കൊന്നത് മലയാള സിനിമയ്ക്ക് ചിരിയുടെ ഒരു തമ്പുരാനായി നമുക്കിനി അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ എപ്പോഴും ആത്മാവ് ചെയ്യുന്ന നല്ല രീതിയിൽ പറയട്ടെ. ഞാൻ ഡെയിലി ഇവിടെ 305 ദിവസവും മീനായിട്ട് തന്നെയാണ്. അപ്പം എൻ്റെ വീട് കേൾക്കുമ്പോൾ സുലു ഇതേ മീൻ വന്നേക്കണം, മനാഫ് മീനായിട്ട് വന്നേക്കണമെന്ന് പറയും ഭാര്യനെ വിളിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം മറക്കാൻ പറ്റാത്ത ഇത് പറഞ്ഞു വിളിനോട്. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ സലീമേട്ടൻ രാത്രി വണ്ടിക്ക് നടന്ന് കരഞ്ഞ്, നിങ്ങളറിഞ്ഞു നാട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്ത് അങ്ങനെ കുറേ കൂട്ടുകാരന്മാർ. അപ്പം അത് പുള്ളി അതും പറഞ്ഞുകൊണ്ട് ചിരിച്ച്. പുള്ളി നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ആളോട് പെരുമാറാനും നല്ല ഇതായിരുന്നു. ഡെയിലി ഞങ്ങൾ ഇവിടെ വരും. ഞാൻ ഡെയിലി വർത്തമാനവും പറയും, ചിരിച്ചും കളിച്ചൊക്കെയാണ് പോണത്. നല്ലൊരു മനുഷ്യൻ. അതിന് എല്ലാവർക്കും ഇതിന്ന് വിട പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ തേടുന്നു. ഇന്ന് പഴയ നമ്മളെ ഒരുമിച്ച് അവിടെ പുള്ളിക്കാരത്തിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടരിയതായിരുന്നു. അങ്ങനെ ഡെയിലി അവിടെ വരുമായിരുന്നു. അങ്ങനെ കണ്ട് ഒക്കെ ആയിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. ഒരു ദിവസം മുടങ്ങാണ്ട് നമ്മൾ കാണുന്ന ആൾക്കാരാണ്. വെള്ളിയാഴ്ച വരെയും പുള്ളിയായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നതാണ്. 8 മണി കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ പോയത് ഇവിടെ. അതിൽ തന്നെയാണ് പുള്ളിക്ക് അസുഖം ഇങ്ങനെ മൂർച്ഛിച്ചത്. പനിയുടെ ലക്ഷണം വന്ന് അങ്ങനെ അമൃതയെ കൊണ്ടുപോയി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ തീരെ വയ്യാതായിരുന്നു. വളരെ ചെറുപ്പം തൊട്ട് അറിയുന്ന ആൾ. അങ്ങനെ ഇവിടെ നാട്ടുകാർക്കും ഒക്കെ വലിയൊരു ഉപകാരിയായിരുന്നു എന്ന് ഇപ്പൊ അയൽക്കാർ പറഞ്ഞറിഞ്ഞു. നല്ല ഉപകാരമുള്ള ആളും മനുഷ്യനായിരുന്നു. അങ്ങനെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത മനുഷ്യനായിരുന്നു. അങ്ങനത്തെ ഒരു എല്ലാ പ്രാവശ്യത്തെയും പോലെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരും. അല്ല, ശനിയാഴ്ച ഡയാലിസിസ് ഉള്ളതാണ്. അതാണ് ശനിയാഴ്ച പോയത്. ശനിയും വ്യാഴവും തിങ്കളുമായിരുന്നു ഡയാലിസിസ്. അത് ശനിയാഴ്ച പോയതായിരുന്നു. ഈ പനി ബാധിച്ചതുകൊണ്ടാണ് ന്യൂമോണിയ എന്നാണ് പറയുന്നത്. ഈ ഡയാലിസിസ് തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു? ഒരു 2-3 കൊല്ലത്തോളം. അതിൽ നിന്നൊന്നും ഡയാലിസിസ് ഉണ്ടായില്ല. എന്തെങ്കിലും ഓർമ്മ